രാമകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ പ്രമുഖ വ്യവസായിയായ മധുസൂദന റെഡ്ഡിയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് കമ്മീഷണർ രാമകൃഷ്ണനെ കരുതിക്കൂട്ടി കൊല ചെയ്ത കുറ്റത്തിന് മധുസൂദന റെഡ്ഡിയെ 15 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിടുന്നു. ഈ കേസിന്റെ ചാർജ് ഷീറ്റ് റെഡിയാക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗിൽ പ്രവർത്തിക്കുന്ന ഒരു മാഗസിനിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? വിവരമില്ലാത്തവർ എഴുതിയ ആർട്ടിക്കിളിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. ജനങ്ങൾ രാഷ്ട്രീയക്കാർ പറയുന്നതും ഉദ്യോഗസ്ഥർ പറയുന്നതൊന്നും പെട്ടെന്ന് വിശ്വസിക്കില്ല. എന്നാൽ പത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതിയാൽ ആദ്യം തന്നെ വിശ്വസിക്കും, അതിനുശേഷമേ ആലോചിക്കൂ. നിങ്ങളിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സത്യം മാത്രം എഴുതാവൂ. എല്ലാരും നോക്കുന്നുണ്ടല്ലോ, നിന്നെ മാത്രം എന്താ അങ്ങനെ നോക്കാത്തത്? ആരെയും നോക്കാതെ എന്നെ നോക്കിയാ ഞാൻ സ്പെഷ്യൽ. എന്നാ എല്ലാരെയും നോക്കിയിട്ട് എന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്പെഷ്യലാ. സർ, ഇത് കമ്മീഷണർ കൊലക്കേസ് ഫയൽ. ഈ കൊല നടക്കാനുള്ള കാരണം റിയലി അൺഇമാജിനബിൾ. ഇതൊന്നും നിങ്ങൾ കോർട്ടിൽ പറഞ്ഞില്ലല്ലോ. ഞാൻ കരുതിക്കുട്ടി പറയാഞ്ഞതാ. കോർട്ട്, CBI, ഗവൺമെന്റിന് വേണ്ടി റെഡിയാക്കിയ ഫയലാണ് സർ ഇത്. ഞാൻ പേഴ്സണലായിട്ടൊരു ഫയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ നിന്ന് എന്നോട് സംസാരിച്ചവൻ എൻ്റെ നാട്, കുടുംബം ഒരുപാട് സംസാരിച്ചു സർ. ഈ കേസ് ഞാൻ കേരളത്തിൽ വെച്ച് ഡീൽ ചെയ്യും സർ. എന്തിന്? ഇവിടുന്ന് ചെയ്യാലോ. ഇല്ല സർ, ഇതൊരു സ്റ്റേറ്റിന്റെ പ്രശ്നമല്ല, ഈ നാടിന്റെ പ്രശ്നമാണ്. ഇത് ഡീൽ ചെയ്യാൻ ഐ നീഡ് ലോട്ട് ഓഫ് എനർജി ആൻഡ് സപ്പോർട്ട് ഫ്രം ദ ഗവൺമെന്റ് സർ. ദാറ്റ് ഐ വിൽ ഗെറ്റ് ഓൺലി ഫ്രം മൈ സ്റ്റേറ്റ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലാന്ന് തോന്നുന്നുണ്ടോ? അതിന് കുറച്ച് റൂഡായിട്ടും സൈക്കോ ആയിട്ടും ബിഹേവ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. എന്റെ സ്റ്റേറ്റിന് പ്രശസ്തി ഉണ്ടാവണം, ഉയർച്ച ഉണ്ടാവണം. അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യും. താങ്ക് യു സർ. എനിക്ക് ഉടനെ ഓസ്ട്രേലിയക്ക് പോകണം. അവിടെ നിന്ന് കണ്ടെയ്നർ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ആരുടെയാണെന്നുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എടുത്ത് അയാളുടെ പേരിൽ ആക്ഷൻ എടുക്കണം. ഞാൻ ഇപ്പൊ തന്നെ എംബസി സംസാരിക്കാം. ഈ കാര്യം വേറെ ആരും അറിയരുത് സർ. ഞാനൊരു പേഴ്സണൽ ട്രിപ്പായിട്ടാണ് പോകുന്നത്. ഒരുപക്ഷെ ഈ ആക്ടിവിറ്റീസ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അറിഞ്ഞുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടില്ല സർ. ഓക്കെ, വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അവനെ കാണണം. എന്നോട് ഫോണിൽ സംസാരിച്ചവനെ നേരിട്ട് കാണണം എനിക്ക്. യെസ് ഡാഡ്. വിറ്റൽ, നീ വളരെ കെയർലെസ്സാ. ഡാഡ്, കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത FIR കോപ്പിയില് മെഡി വേസ്റ്റ്, വേസ്റ്റിനെ പറ്റിയോ ഡംപ് യാർഡിനെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ആ പോലീസുകാരൻ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് an emotional thread works dad. റെഡ്ഡിയെ വെച്ച് ഞാൻ ഒരു കലക്കം കളി കളിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ അവൻ നമ്മുടെ ഓഫീസിന് ബാധിക്കാൻ വരും. Can you stop the business for a while? ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന മെഡി വേസ്റ്റും വേസ്റ്റും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള മുഴുവൻ അയൺ സ്ക്രാപ്പും വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ഡോണ്ട് ടീച്ച് മീ അബൌട്ട് മൈ ബിസിനസ് ഡാഡ്. സിംഗം, ഹായ് പുലി. നമുക്കറിയാവുന്ന ആരെങ്കിലും ഓസ്ട്രേലിയയിലുണ്ടോ? നമ്മുടെ സൈക്കിൾ കമ്പനിയുടെ ഓസ്ട്രേലിയ ഡീലർ പുഷ്പരാജേട്ടൻ സിഡ്നിയിലല്ലേ ഉള്ളത്? ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെക്കൻഡ് ഹണിമൂണിന് പോയാലെന്ന് ആലോചിക്കുക. സിംഗം, ആർ യു ഓക്കേ? ഈസ് ഇറ്റ് യു ഓൺലി? പറയ കാവ്യ, ഞാൻ നെക്സ്റ്റ് വീക്ക് ഓസ്ട്രേലിയയിൽ പോവാ. സൂപ്പർ. സെക്കൻഡ് ഹണിമൂൺ. ശരി, ആരുടെ കൂടെ പോകുന്നത്? വിവരമില്ലാത്ത അമ്മേ. ഹണിമൂൺ പിന്നെ ആരുടെ കൂടെ പോകുന്നേ? ഓക്കെ ഓക്കെ, എന്തായാലും പോകുന്നല്ലേ. പൗർണമി ദിവസം നോക്കിപ്പോയ്ക്കോ, അപ്പോഴേ മൂൺ വലുതായിട്ട് കാണാൻ കഴിയൂ. എന്താ അമ്മേ ഇങ്ങനെ വിഡ്ഢിത്തരൊക്കെ പറയുന്നേ? ഇത് നോക്കുമോളെ, ഹണിമൂണിന് പോവാന്ന് പറഞ്ഞിട്ട് നിന്റെ ഭർത്താവ് അവിടെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും. പൊട്ടത്തരം പറയാതെ ഫോൺ വയ്ക്കാൻ പറ്റും. സുഖായിരിക്കുന്നു. സുഖം തന്നെയല്ലേ? വെൽക്കം ടു സെക്കൻഡ് ഹണിമൂൺ. പരീക്ഷയിൽ സെക്കൻഡ് അറ്റംപ്റ്റ്, ക്രിക്കറ്റിൽ സെക്കൻഡ് ഇന്നിംഗ്സ് ഒന്നും കേട്ടിട്ടുണ്ട്. ഹണിമൂണിൽ സെക്കൻഡ് എന്ന് ഇപ്പഴാ കേൾക്കുന്നത്. എന്താ പക്കി തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ സാർ പെട്ടെന്ന് പക്കിന്ന് വിളിച്ചത്? പെട്ടെന്ന് ഞെട്ടിപ്പോയി. നിങ്ങളെയല്ല, ഡ്രൈവറിനെയാ. ഓ എടാ പക്കി, മര്യാദ കൊടുക്കേ. ചേട്ടാ, എനിക്കൊരു കാർ റെന്റിന് വേണം. Hello, I would like to meet your chief, please. Can you please wait there? Never fear. Go, go, go. Self-donation. Go, go, go. On decision.
I'll get my people to help you around. Nice to meet you. We have lots of scrap in here. Excuse me, sir. That's a restricted area. എന്താ സാർ ഹെലികോപ്റ്ററിലേക്ക് ക്യാമറ വെച്ച് പറപ്പിക്കുന്നത്? ആ ഭാഗത്ത് എന്താ ഉള്ളതെന്ന് ഒന്ന് അറിയണ്ടേ? Hey, see, it's a drone. It's entering inside. സാർ അവരൊന്ന് ഷൂട്ട് ചെയ്യുന്നു, അവരിങ്ങോട്ട് വരും. നിക്ക്. വരാനുള്ളവരൊക്കെ വരട്ടെ. എന്താ വരൂ? സാർ ഇപ്പൊ എവിടെയുള്ളത്? തൃശ്ശൂർ വന്നതാ. നാട്ടിൽ വിളിച്ചപ്പോ സാർ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. കൂടെ നമ്മുടെ നാട്ടുകാരനുണ്ട്, സംസാരിക്കും. ഒന്ന് കൊടുത്തേ. ഇതാരാ? നിങ്ങളാരാ? സാറ് നാട്ടിലുണ്ടെന്ന് പറഞ്ഞ വിശ്വസിക്കില്ലേ? വിശ്വസിക്കില്ല. ഇങ്ങനെ പറഞ്ഞ അടിച്ച് പല്ലിയാൻ കുടിക്കും, പറഞ്ഞേക്കാം. നിന്റെ ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിക്കും. തൂത്തുവാരി ഞാൻ പഞ്ഞിക്കിടുന്നെ. നിന്റെ എല്ലാം തല്ലിയടിച്ച് മൂക്കി പഞ്ഞു വെച്ചു വിടും. എന്നെക്കാളും തരം താണവനാണല്ലേ സാർ കൺഫേം ആയിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. അതെന്താ അങ്ങനെ സാറിന്റെ കൂടെയുള്ളവന്റെ സംസാരം കേട്ടാ മനസ്സിലാവും. Reloading, Big better What's it? move. We got a drone flying over us. Wanna take me a new direction. Got it all locked down, none to question. Didgeridoo if you know. Thinking it was solo, but it takes two. Gonna leave a trail in new South Roads. Kangaroo kicks this man so smooth. Rugga-dugga-dugga, rugga-dada. Rugga-dugga-dugga, rugga-dada. Rugga-dugga-dugga, rugga-dada. Rugga-dugga-dugga, rugga-dada. Rugga-dugga-dugga, rugga-dada. എന്തിന്റെ ബിൽഡിംഗ് ആണ്? വിറ്റൽ സ്റ്റീൽ ഓഫീസർ സാർ, സെൻട്രൽ മിനിസ്റ്റർ രാംപ്രസാദിന്റെ മോനാ. വിറ്റൽ സ്റ്റീൽ ഓഫീസിൽ എന്തിനു കൊണ്ടുപോകണം? സർ, അന്ന് റെഡിയുടെ വീട്ടിൽ വെച്ച് സീസ് ചെയ്ത ഫോണിൽ ഏതെങ്കിലും ഓസ്ട്രേലിയൻ നമ്പർ ഉണ്ടോ നോക്കിയിട്ട് പറ. 10 മിനിറ്റ് തിരിച്ചു വിളിക്കാം സാർ. യാ സുബു. സാർ, ആ സിം കാർഡ് പ്രോസസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരേ ഒരു ഓസ്ട്രേലിയൻ നമ്പറിൽ വിറ്റലിന് പേര് തന്നെ ഇട്ടിട്ടുണ്ട് സാർ. 2 ദിവസത്തിൽ ഒരിക്കൽ റെഗുലറായി സംസാരിച്ചിട്ടുണ്ട് സാർ. ആ നമ്പർ എനിക്ക് അയക്കേ. ഹലോ വിറ്റൽ ഹിയർ, ഹൂ ഇസ് ദിസ്? നീ കുപ്പയിലെ കൈയിട്ട നിന്റെ കുടുംബം ഞാൻ തീർക്കും. എന്നോട് സംസാരിച്ച അതേ ശബ്ദം വീട്ടിൽ തന്നെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുരളിയെ കസ്റ്റഡിയിലെടുത്ത് നാളെ ഞാൻ ഫോൺ ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യാൻ പറ. ചേട്ടാ, നാളെ 6 മണിക്ക് എന്റെ ഫ്ലൈറ്റ്. രാവിലെ 11 മണിക്ക് മുമ്പ് വിറ്റലിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടണം. പറ്റുമോ? 2 മിനിറ്റുള്ള ആളെ ശരിയാക്കാം സാർ.